Hi friends, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അടിപൊളി അടാറ് ദിവസം എന്നൊക്കെ ഇന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ആണ് മാർക്കറ്റ് തന്നത്. കിട്ടില്ല, നമ്മളെ GST റിഫോർമേഷൻ വന്നു. മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു ഉഗ്ര ഒരു കയറ്റമൊക്കെ തന്ന് കൃത്യമായിട്ട് അങ്ങോട്ട് കയറി നിന്നു. പക്ഷെ അതിനുശേഷം ആദ്യത്തെ ആ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിൽ വന്ന ആ മൂവ്മെന്റിന് ശേഷം പിന്നെ നമ്മുടെ മാർക്കറ്റിൽ ഒരു മൂവ്മെന്റ് ഒന്നുമില്ല. പക്ക അവിടെ നിൽക്കുകയായിരുന്നു. നിഫ്റ്റി ഒരു കിടിലോ ഒരു ബാലൻസ് ഡേ ആയിരുന്നു. ഇന്ന് പറയത്തക്ക നമ്മുടെ വേൾഡ് മാർക്കറ്റിനോ നമ്മുടെ മാർക്കറ്റിനോ പറയത്തക്ക വലിയ ന്യൂസുകളൊന്നും നമ്മുടെ മാർക്കറ്റിന് ഇല്ല. ജസ്റ്റ് ഒരു ഓപ്ഷൻ നോർമൽ രീതിയിലേക്കാണ് പോകുന്നത്. ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് നിഫ്റ്റി 25,000 ഭാഗത്തൊക്കെയാണ് നിഫ്റ്റി നിൽക്കുന്നത്. നമ്മുടെ ഭാഗത്ത് ക്ലോസ് ചെയ്ത് 24,966 ഭാഗത്ത് ക്ലോസ് ചെയ്തു. ഇപ്പോൾ 25,000 ഭാഗത്തൊക്കെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ സമയത്ത് നമ്മൾ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഒരു പ്യുവർലി ഒരു ബാലൻസ് ഡേ ആയിരുന്നു. അതായത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിൽ ചെറിയൊരു വേരിയേഷൻ ഡൗൺ ഡേ തന്നെങ്കിൽ കൂടി എന്നെ സംബന്ധിച്ച് ഞാനിത് പറയും, നിഫ്റ്റി ഒരു പ്യുവർലി ഒരു ബാലൻസ് ഡേ ആയിരുന്നു. നിഫ്റ്റിയുടെ ഓപ്ഷൻ പ്രകാരം അവൻ പഴയ ഒരു റേഞ്ചിന്റെ ഭാഗത്ത് നിന്നാണ് അവൻ തിരിച്ച് റിവേഴ്സ് ചെയ്തത്. ഇപ്പം നിഫ്റ്റിയുടെ ഒരു ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലൊക്കെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. പക്ഷെ ഞാനിത് പറയാം, ഒരു നോർമൽ ഡേ സ്മോൾ വേരിയേഷൻ ഉണ്ട്. പ്യുവർലി ഒരു നോർമൽ ഡേ ആണ്. നിഫ്റ്റി എക്സാക്ട്ലി വാല്യൂ ഏരിയ ലോയുടെ ഭാഗത്തൊക്കെ തന്നെ ക്ലോസ് ചെയ്യും. പക്ക ഒരു ബാലൻസിന്റെ ഒരു ഫോർമേഷൻ കൂടെ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനി ഫ്രഷ് ബൈ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒരു ഏരിയ, അതായത് 25,031 മുകളിൽ മാത്രമേ ഞാൻ ഇനി ഫ്രഷ് ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. നമ്മുടെ POC എന്ന് പറഞ്ഞാൽ 24,945 ഭാഗത്താണ് POC നിൽക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്യാൻ, നമുക്ക് നിഫ്റ്റിയുടെ POC എന്ന് മാർക്ക് ചെയ്യാം. 24,945 അവിടെയാണ് POC നിൽക്കുന്നത്. സോ ആ POC ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. 24,945 ഭാഗത്താണ് POC. നമ്മുടെ ലെവലെല്ലാം മുകളിലും ഓപ്പൺ ചെയ്ത് അവിടുന്ന് മാർക്കറ്റ് കയറി പോവുകയാണ് ചെയ്തത്, ചുരുക്കി പറഞ്ഞാൽ. സോ ഇനി ബുള്ളിഷ് ഓഫർ എന്ന് പറയുമ്പോൾ 25,030 മുകളിൽ മാത്രമേ നമുക്ക് ഇനി ഫ്രഷ് ബൈ ഉള്ളൂ. എത്രയാണ്? 25,030 മുകളിലേ ഇനി ബൈ ഉള്ളൂ. ക്ലിയർ ആവുന്നല്ലോ? ഇനി ബുള്ളിഷ് അവിടെ. ഇനി ബെയറിഷ് എന്ന് പറയും ഇന്നത്തെ ലോ അഥവാ അല്ലെങ്കിൽ ഈ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ 24,000 എന്നെ സംബന്ധിച്ച് 24,831 താഴെ സെല്ലിംഗ് എടുക്കാം. 24,830 താഴെ നമുക്ക് സെല്ലിംഗ് എടുക്കാം. ബെയറിഷ് റെഫറൻസ് എവിടെയാണ്? 24,830. സോ ബുള്ളിഷ് റെഫറൻസ് എത്രയാണ്? 25,030. ബെയറിഷ് റെഫറൻസ് 24,830 സ്ഥാനത്തുമാണ്. ഇനി മാർക്കറ്റ് ഇതിനകത്ത് കിടന്ന് കളിക്കും, 200 പോയിന്റ് കിടന്ന് കളിക്കുമോ അതോ ബ്രേക്ക് ഔട്ട് തരുമോ ഇല്ലേ നമുക്ക് നോക്കാം. സോ 25,30 മാർക്കറ്റ് പൊട്ടുകയാണെങ്കിൽ എങ്ങോട്ട് പോകും? നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി വളരെ ഇമ്പോർട്ടന്റ് ഏരിയ ആയ നിഫ്റ്റിയെ സംബന്ധിച്ച് വലിയൊരു ഇമ്പോർട്ടന്റ് ഏരിയ 25,092 ഭാഗത്ത് ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ 25,092 ഭാഗത്തേക്ക് വരാം. 25,092 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. അതിന് മുകളിൽ നിഫ്റ്റി അടുത്ത ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഇമ്പോർട്ടന്റ് HBN സോൺ 25,144. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 25,144 25,144 ഭാഗത്തേക്ക് പോകാനും ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ 25,200 ഭാഗത്തേക്ക് R3 എന്ന് പറയുമ്പോൾ 25,200 ഭാഗത്തേക്കും വരും. ഇതാണ് ഞാൻ നിഫ്റ്റി 25,200 വരുമോ എന്ന് ചോദിച്ചതിന്റെ ആൻസർ ഇതാണ്. 25,030 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 25,092, സെക്കൻഡ് ടാർഗറ്റ് 25,144, തേർഡ് ടാർഗറ്റ് 25,200 ഭാഗത്തേക്ക് വരാം. ഇനി അടുത്ത എന്താണ് ഇനി 25,024,830 പൊട്ടിയാൽ മാർക്കറ്റ് എങ്ങോട്ട് വരും? മാർക്കറ്റിനെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 24,750 ഭാഗത്തേക്ക് വരാം. എത്രയാണ്? S1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 24,750 24,750 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 24,664. അടുത്ത എത്രയാണ്? അടുത്ത ടാർഗറ്റ് നമ്മൾ 24,664 ഭാഗത്തേക്ക് വരാനും ചാൻസ് കൂടുതലാണ്. ഇതാണ് ഫസ്റ്റ് സെക്കൻഡ് ടാർഗറ്റ്. തേർഡ് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്കൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാം. ആ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു POC 24,630 ഭാഗത്തേക്ക് വരാം. 630 ഭാഗത്തേക്ക്. സോ S3 വേണ്ട, ഇത്രയും മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ S1 S2 ആയി. സോ ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ്? 24,000
750, സെക്കൻഡ് ടാർഗറ്റ് 24,664 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ ഇതാണ് താഴേക്കുള്ള ലെവലും മുകളിലേക്കുള്ള കളി. ഇപ്പോഴത്തെ വെച്ച് നോക്കുമ്പോൾ കൺസപ്ഷൻ സ്റ്റോക്കുകളൊക്കെ വളരെ രീതിയിൽ മാർക്കറ്റ് ഇന്ന് പൊതുവെ ഇന്ന് ആ ഒരു മൂവ്മെന്റ് ആദ്യത്തെ 1 മണിക്കൂർ വന്നതിന് ശേഷം അവിടെ കിടന്ന് കളിച്ചതല്ലാതെ പിന്നെ ഒരു മൂവ്മെന്റ് വന്നിട്ടില്ല. ഇനി മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് മിഡ് ക്യാപ്പ് ഒരു പക്ക ഒരു പി ഷേപ്ഡ് പ്രൊഫൈലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസം ഈ ആശാൻ ഇതേ റേഞ്ച് കിടന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റേഞ്ചിന് ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോണ്ടെന്നല്ലാതെ ഒരു വലിയൊരു മാറ്റമൊന്നും ഇല്ലാതെ കുംഭാറിന്റെ വയറ് വീർത്തതുപോലെ നിൽക്കുക. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, പക്ക വയറ് വീർത്തത് നിൽക്കുന്നില്ല കണ്ടോ. വല്ല മാറ്റമുണ്ടോ നോക്കാം നമ്മൾ മാർക്കറ്റിന്. ഈ ഒരു റേഞ്ച് ഇങ്ങനെ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. വലിയൊരു റേഞ്ചോ അങ്ങനെ ഒരു ഡിഫറൻസോ ഒന്നും കാണിക്കാതെ ഈ ഒരു റേഞ്ച് അവ മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഇന്ന് പക്ഷേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഒരു എന്താണ് ഒരു പക്ക ഒരു പി ഷേപ്ഡ് പ്രൊഫൈൽ ആണ്. പി എന്ന് വേണമെങ്കിൽ പറയും, വലിയ പി എന്ന് പറയാൻ പറ്റില്ല. വലിയ പി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മക പ്രൊഫൈലിന്റെ സാധനത്തിന് ഈ ഓട്ടോ ടിപ്പിയെ മാറ്റിയാലും നമുക്ക് എന്താണ് വലിയ പി ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു നോർമൽ ഡേ, ചെറിയൊരു നോർമൽ ഡേ ആണ്. ചെറിയൊരു വേരിയേഷൻ അപ്സൈഡ് ഒന്നെങ്കിൽ കൂടി പ്യൂർലി ഒരു പി ഷേപ്ഡ് പ്രൊഫൈൽ അല്ല, ഒരു നോർമൽ ഡേ പ്രൊഫൈലാണ്. പി ഒ സി 12,843 ഭാഗത്താണ് പി ഒ സി. അപ്പൊ 12,843 ഭാഗത്താണ് പി ഒ സി. അപ്പൊ ഞാൻ പി ഒ സി മാർക്ക് ചെയ്യാം. 12,844 ഭാഗത്താണ് പി ഒ സി വന്നിരിക്കുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് ഇവന് കൃത്യമായി പറയുന്നത് ഹൈ, അതായത് ഇന്നത്തെ ഹൈ അല്ലെങ്കിൽ 12,913 മുകളിൽ മാത്രമേ ഇനി ബൈ ഉള്ളൂ. എത്രയാണ്? 12,913 മുകളിൽ മാത്രമേ നിങ്ങൾ ഇനി ഒരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ബുള്ളിഷ് റഫറൻസ് അതിന് മുകളിലായിരിക്കും. ഇനി ബെയറിഷ് റഫറൻസ് എന്ന് പറയുമ്പം വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ബെയറിഷ് എന്ന് പറയുമ്പം 12,774 താഴെ സെല്ലിംഗ് ആണ്. എത്രയാണ്? 12,774 താഴെ സെല്ലിംഗ് ഉണ്ട്. അപ്പൊ 12,913 മുകളിൽ ബൈയും 12,774 താഴെ സെല്ലിംഗ് ഉണ്ട്. സോ ഇനി അതിന് മുകളിൽ നിൽക്കുന്ന ഫസ്റ്റ് എത്രയാണ്? 12,984 ഭാഗത്തേക്ക് പോവാം. R1 എന്ന് പറയുമ്പം എന്താണ്? R1 എന്ന് പറയുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ 12,774 സെല്ല്. സോ അപ്പൊ R1 എന്ന് പറയുമ്പോൾ 12,992. 12,990 വയ്ക്കാതെ 12,990 ഭാഗത്താണ് ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അതിന് മുകളിൽ അടുത്ത ടാർഗറ്റ് 13,030. എത്രയാണ് സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ? 13,030 ഭാഗത്തേക്ക് 1330 ഭാഗത്തേക്ക് വരാനും അതിന് മുകളിൽ അടുത്ത ടാർഗറ്റ് 13,121. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 13,121 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 12,913 മുകളിൽ മാർക്കറ്റ് വീണ്ടും കയറി 12,990, 13,30, 13,121 ഭാഗത്തേക്ക് വരാം. ഇനി 12,774 പൊട്ടുകയാണെങ്കിൽ മാർക്കറ്റ് എവിടം വരാം? ഫസ്റ്റ് ടാർഗറ്റ് 12,710. ഇന്നലത്തെ ബുള്ളിഷ് റഫറൻസ് ഇന്നത്തെ ഫസ്റ്റ് ടാർഗറ്റ് ആണ്. 12,710 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 12,630. നമ്മുടെ റേഞ്ചിന്റെ പി ഒ സി ആയ 12,630 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാം. അതിന് താഴെ തേർഡ് ടാർഗറ്റ് 12,561. എത്രയാണ്? അതിന് താഴെ S3 വേണ്ട, ഇപ്പൊ S2 മാത്രമേ വരച്ചിട്ടുള്ളൂ. സോ R1i, R2i, S1i, S2i ഇതായിരിക്കും നമ്മുടെ നാളത്തേക്കുള്ള റഫറൻസ് ലെവൽസ്. സോ അടുത്ത നമുക്ക് നോക്കേണ്ടത് തമ്മിൽ ഭേദം തൊമ്മനായ ഏറ്റവും നമ്മുടെ ബാങ്ക് നിഫ്റ്റി പക്ക ഒരു റേഞ്ച് ആയിരുന്നു. അവൻ നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ് ബാങ്ക് നിഫ്റ്റിക്ക്. താഴേക്ക് അവ ഇറങ്ങി പി ഒ സി വന്ന് 55,744 ഭാഗത്താണ് പി ഒ സി. സോ ഇന്ന് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് താഴേക്കാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത്, മുകളിലോട്ടല്ല. 55,744 ഭാഗത്താണ് പി ഒ സി വന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി താഴേക്കാണ് വന്നിരിക്കുന്നത്. പി ഒ സി താഴേക്ക് മെർജ് ചെയ്ത് മാറി ഷോർട്ട്സ് ബുക്ക് ആയിരുന്നു മാറി. ഇനി 56,000 മുകളിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ? നമുക്കിനി ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബൈ എന്ന് പറയുമ്പം 56,000 മുകളിൽ മാത്രമേ നിങ്ങൾ ഇനി ഒരു ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് ഒരു ബൈയെ കുറിച്ച് ചിന്തിച്ചു. എത്രയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ബൈയിങ് എന്ന് പറയുമ്പോൾ? 56,000 മുകളിൽ മാത്രമേ ഉള്ളൂ. നേരത്തെ 56,000 നമ്മുടെ തേർഡ് ടാർഗറ്റ് ആയിരുന്നു. ഇപ്പൊ 56,000 മുകളിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബൈ ഉള്ളൂ. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 55,600 താഴെ സെല്ലിംഗ്. എത്രയാണ്? 55,600 താഴെ ബാങ്ക് നിഫ്റ്റിയിൽ സെല്ലിംഗ് ആണ്. ചുരുക്കി പറഞ്ഞാൽ 55,600 താഴെ സെല്ലിങ്ങും 56,000 മുകളിൽ ബാങ്ക് നിഫ്റ്റിക്ക് ബൈയിങ്ങുമാണ്. സോ 56,000 മുകളിൽ ബാങ്ക് നിഫ്റ്റിക്ക് ബൈയിങ് എടുക്കുമെങ്കിൽ എങ്ങോട്ട് പോകും?
ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 56,175 നമ്മുടെ പഴയ ഒരു റേഞ്ചിന്റെ POC ആണ്. 56,175 ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് വരാം. ക്ലിയർ ആവുന്നുണ്ടല്ലോ. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 56,325. R2 എന്ന് പറയുമ്പോൾ 56,325 ഭാഗത്തേക്ക് വരാനും. R3 എന്ന് പറയുമ്പോൾ ഈ ഒരു ഏറ്റവും വലിയ ഇത് 56,537. തേർഡ് ടാർഗറ്റ് ഈ പഴയൊരു POC ആണ്. 56,537 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ 56,000 മുകളിൽ 56,175, 56,325, 56,537 ഭാഗത്തേക്ക് പോവാം. ഇനി 55,600 പൊട്ടുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ വരും. ഫസ്റ്റ് ടാർഗറ്റ് 55,462 ഭാഗത്തേക്ക് വരാം. 55,462 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെ ആയിരിക്കും. സെക്കൻഡ് ടാർഗറ്റ് 55,211 ഭാഗത്തേക്ക് വരാം. നമ്മുടെ റേഞ്ചിന്റെ POC ആണ്. 55,211 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതിന് താഴെ ഒരു ST കുറിച്ച് ഞാൻ വരയ്ക്കുന്നില്ല. സോ S1 ആയി S2 ആയി കൃത്യമായി നിങ്ങൾ ഈ ലെവൽ മാർക്ക് ചെയ്യുക. ഈ ലെവൽ മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യാൻ നോക്കുക. ബുള്ളിഷ് റെഫറൻസിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു മൂവ്മെന്റും കണ്ടിന്യൂ ചെയ്യാനും പുതിയ ഹൈയിലേക്ക് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇല്ല മാർക്കറ്റ് നമ്മുടെ ബെയറിഷ് റെഫറൻസ് താഴെ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഇന്നലത്തെ ഗ്യാപ്പിന്റെ ഭാഗത്തേക്ക് വന്ന് ഈവൻ ആ ഗ്യാപ്പ് വരെ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് മാർക്കറ്റിൽ കാണുന്നുണ്ട്. ഒരു അറിയിപ്പുണ്ട്. നമ്മുടെ മെന്ററിംഗ് ബാച്ച് ഓഗസ്റ്റ് 28 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ എൻ്റെ ടെലിഗ്രാമിൽ കൃത്യമായി ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. 4 സീറ്റും കൂടെ ബാലൻസ് ഉണ്ട്. ചേരാൻ താല്പര്യമുള്ളവർ ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈസ് ആണെങ്കിൽ ചേരുക. തൻ്റെ തമിഴിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പറയുന്നതാണ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. വീഡിയോ കാണുക, ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിനും വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക. ഈ വീഡിയോയിൽ സൈൻ ഓഫ് ചെയ്യുന്ന നിങ്ങളുടെ സ്വന്തം വിഷ്ണു ഗുപ്തൻ. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.